വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. അതായത് നല്ല തിക്കായ ഗ്രേവിയോട് കൂടി നമുക്ക് അപ്പത്തിന്, ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക് എല്ലാം കഴിക്കാനായിട്ട് നല്ല ഒരു മുട്ടക്കറിയാണ്. ഉണ്ടോ? നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും കൂടെ നമുക്കുണ്ട്. ഇതിൽ ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അതായത് കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ അത് അരച്ച് ചേർക്കാറില്ല, ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. ഞാനതിൽ പറയുന്നുണ്ട് വീഡിയോയിൽ, ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഓക്കെ. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവാള തീരെ പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തക്കാളി, 2 പച്ചമുളക്, ചെറുതാണെങ്കിൽ 3 പച്ചമുളക് എടുക്കാം. അത് വലുതായതുകൊണ്ട് ഞാൻ 2 എടുത്തു. കുറച്ച് മല്ലിയില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. എണ്ണ ഒന്ന് ചൂടാകട്ടെ. ഇതിൽ നമുക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം, ഇളക്കി കൊടുക്കാം. ഇതൊന്നും കരിഞ്ഞു പോകരുത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സവാള ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ജീരകം ചെറുതായിട്ടൊന്ന് ചോർന്ന് കിട്ടിയാൽ മതി. ഇത് ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സവാള നല്ല രീതിയിലൊന്ന് വഴറ്റണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയേക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇടുന്നുണ്ട്. പച്ചമുളക് നീളത്തിന് കീറിയിട്ട് കൊടുക്കാം. എന്നുവെച്ചാലേ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കുമ്പോഴേ നമുക്കത് മാറ്റിയിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ സവാള നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഗരം മസാല പൊടിയാണേ. പിന്നെ വന്നിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ വന്നിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. നല്ലപോലെ അരയണം കേട്ടോ. അപ്പോൾ നല്ലപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ തക്കാളിയും കൂടെ. ഇതിൽ നമ്മളിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് കൂടെ നമുക്ക് ചേർക്കാം. ഒരു 1/4 കപ്പും കൂടെ ചേർത്തു. ഇനിയിപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കി ചേർത്തോണം കേട്ടോ, ഉപ്പ് കൂടി പോരുതേ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് മൂടി വെച്ചേക്കാം. നമ്മുടെ ഈ അരപ്പും ഈ നമ്മളിട്ട സവോളയും തക്കാളി എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കണ്ടു, ഞാൻ ആ തേങ്ങ നല്ല രീതിയിൽ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മുട്ട ഉണ്ടല്ലോ, അത് വന്നിട്ട് നെടുക ഇങ്ങനെ ഒന്ന് കീറി വെച്ച് കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടേ. കണ്ടോ, ഇതുപോലെ നമുക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഓക്കെ, എല്ലാം ഇതുപോലെ തന്നെ ചെയ്തേക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ അരപ്പ് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ഞാൻ തിളപ്പിച്ചു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് മുട്ട ചേർത്തിട്ട് പിന്നെ ഓഫ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങ ചേർക്കുന്നേ.
തേങ്ങ അധികം യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ചേർക്കണ്ട. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തേക്കാം. അപ്പം ഞാൻ ശകലം ഉപ്പും കൂടെ ചേർത്തു കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണേ. ഉപ്പ് കറക്റ്റായി. ഈ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഗ്രേവിക്ക് ഒരു 6 മുട്ട വരെ നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് അത്ര ആവശ്യമില്ല, അതുകൊണ്ട് ഇത്ര എടുത്താണ്. ഇത് തന്നെ എനിക്ക് ആവശ്യമില്ല, ഇത്രയും തന്നെ. പിന്നെ ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി തീരെ കുറച്ചെടുത്താൽ പറ്റത്തില്ല, അത് കാരണം ഇത്ര എടുത്താണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതിനേക്കാളും കുറച്ച് 2 മുട്ടയൊക്കെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കുറച്ച് കൊണ്ടാൽ മതി. ഇതിൻ്റെ പകുതി എല്ലാം എടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഇതിന് 6 മുട്ട വരെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വിട്ടട്ടെ. പിന്നെ നമുക്ക് ഈ മുട്ടയൊന്ന് പൊരിച്ചിട്ട്, അതായത് മുഴുവനായിട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് എണ്ണയിലൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടും ഈ കറിയിൽ ചേർക്കാം. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പിന്നെ എണ്ണ വന്നിട്ട് കൂടുതൽ യൂസ് ചെയ്യേണ്ട, അതിന് എണ്ണ വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി. എന്നാലും കൂടുതൽ എണ്ണ യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ. കണ്ടോ, ഗ്രേവിയും നല്ല തിക്കായിട്ട് ഗ്രേവിയും കിട്ടി. ചപ്പാത്തിക്കൊക്കെ നമുക്ക് കഴിക്കാനും പൊറോട്ടയ്ക്കൊക്കെ നല്ലതാണ്. മതി. ഇനിയിപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. കണ്ടു, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചാറോടുകൂടിയ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ. താങ്ക് യു.